ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 2ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിലുള്ള ഫുൾ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് എടുക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ടുഡേ. ഇന്ന് നമുക്ക് ഒളിച്ചുകളി കളിക്കാം അല്ലേ? കൗണ്ട് അപ് ടു 15 ചെയ്യാം. അപ്പം എയോട് അപ് ടു 50 വരെ എണ്ണാനായിട്ട് പറയുകയാണ് കേട്ടോ. മക്കൾക്ക് 50 വരെ കൗണ്ട് ചെയ്യാൻ അറിയോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. കണ്ടോ മക്കളെ, 50 വരെ നമ്പേഴ്സിലും അതുപോലെ വേർഡ്സിലും മാം ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. മക്കളിത് കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ അവർ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. ദർ ആർ സോ മെനി ട്രീസ് ഇൻ നിയാസ് ബാക്ക് യാർഡ്, ലോട്ട്സ് ഓഫ് ഷെയ്ഡ്സ് ആൻഡ് സോ കൂൾ. അപ്പം നിയയുടെ വീട്ടുമുറ്റത്ത് വീടിൻ്റെ പുറകിലായിട്ട് ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല തണലും നല്ല തണുപ്പും ഉണ്ട്. ലെറ്റ്സ് ഹൈഡ് ഹിയർ. അപ്പം മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും മരത്തിൻ്റെ പുറകിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. കൗണ്ട് ആൻഡ് പ്ലേ. ഇവിടെ നിയ കൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, 13, 14, 15, 16, 27, 28, 29, 30. സ്കിപ്ഡ് സം നമ്പേഴ്സ്. ചില നമ്പേഴ്സ് വിട്ടുപോയല്ലോ. നിയ കുറച്ച് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ മറന്നുപോയി, വിട്ടുപോയി അല്ലേ? അതായത് നമ്പേഴ്സ് നിയ സ്കിപ്ഡ്. നമ്മൾ ഓൾറെഡി 50 വരെ എഴുതി പഠിച്ചതാണ്. അപ്പം നമുക്കറിയാം ഏതൊക്കെ നമ്പേഴ്സാണ് വിട്ടുപോയതെന്നല്ലേ. ഏതൊക്കെയാണ്? 13, 14, 15, 16. 16 വരെ കറക്റ്റാണ്. പിന്നെ ഏതാ നെക്സ്റ്റ് നമ്പർ വരിക? 17, 18, 19, 20, 21, 22, 23, 24, 25, 26. അത് കഴിഞ്ഞിട്ടാണ് 27, 28 ഒക്കെ വരുന്നത്. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് നിയ കൗണ്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. നിയ ഫൗണ്ട് ജാൻവി ഫസ്റ്റ്. നിയ ആദ്യം കണ്ടെത്തിയത് ജാൻവിയെയാണ്. ജാൻവി കൗണ്ടഡ് സ്റ്റാർട്ടിങ് ഫ്രം 30. ജാൻവി 30 മുതൽ എണ്ണാനായിട്ട് തുടങ്ങി. റൈറ്റ് 10 നമ്പേഴ്സ് ഷീ കൗണ്ടഡ് ഇൻ ഓർഡർ. അപ്പോൾ ജാൻവി എണ്ണിയ 10 നമ്പേഴ്സ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 30 മുതലാണല്ലേ എണ്ണി തുടങ്ങിയത്. സോ 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഇത്രയും നമ്പേഴ്സ് ജാൻവി എണ്ണിയിട്ടുണ്ടായിരിക്കും. യു ടു ക്യാൻ പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കും ഇതുപോലെ കൂട്ടുകാരുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം കേട്ടോ. ദേ ഹേർഡ് എ നോയ്സ് ഇൻ ദ റോഡ് വൈൽ പ്ലേയിങ്. അവർ കളിക്കുന്നതിനിടയിൽ റോഡിൽ ഒരു ശബ്ദം കേട്ടു. ഓ നോ, സാബു ബ്രോ. സാബു ഏട്ടനാണ്, അവിടെ എന്തോ ആക്സിഡന്റ് ആയിട്ടുണ്ട് അല്ലേ? ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് നോക്ക്ഡ് ഓവർ ദ ബാഗ്. ജസ്റ്റ് ഒന്ന് തട്ടി വീണതാണ്. വി വിൽ ഹെൽപ്പ് യു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ താഴെ വീണിട്ടുണ്ടല്ലേ. അപ്പം അത് പെറുക്കി വെക്കാനായിട്ട് ഇവർ കുട്ടികളൊക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. നോക്കിക്കേ, ദേ പുട്ട് ഓൾ ദ ഫ്രൂട്ട്സ് ഇൻ ദ ബാഗ്. നിയ കൗണ്ടഡ് ഈച്ച് ടൈം. അവർ എല്ലാ ഫ്രൂട്ട്സും ബാഗിലേക്കാക്കി ഓരോരോ കൂട്ടമാക്കി വെച്ചു. നിയ ആ ഓരോ കൂട്ടവും എണ്ണാനായിട്ട് തുടങ്ങി. ഓരോ കൂട്ടത്തിലുള്ള ഫ്രൂട്ട്സ് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഹൗ മെനി ഈച്ച്, ഓരോന്നും എത്ര വീതം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവർ ഫൗണ്ട് ചെയ്ത ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, ഈ 3 ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആപ്പിൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് ആദ്യം നോക്കാം. നോക്കിക്കേ, ആദ്യത്തെ ഒരു കൂട്ടത്തിൽ 1 2 3 4 5 6 7 8 9 10 വീതമുള്ള ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് ഇവർ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 10 ഫ്രൂട്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെയും ഒരു 10 ഫ്രൂട്ട്സിന്റെ ഒരു ഗ്രൂപ്പ്. സോ 10, 20. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 30. നാലാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 40. പിന്നെ അതിലേക്ക് 2 എണ്ണം കൂടെ വെച്ചിട്ടുണ്ട് അല്ലേ, 41, 42. സോ ആപ്പിൾ ടോട്ടൽ 42 ആണ് ഉള്ളത്. നെക്സ്റ്റ് മാംഗോ അതുപോലെ 10ന്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആദ്യം ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ 10, രണ്ടാമത്തെ ഗ്രൂപ്പ് കൂടെ ആകുമ്പോൾ 20, മൂന്നാമത്തെ ഗ്രൂപ്പ് കൂടെ ആകുമ്പോൾ 30, നാലാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 40, അഞ്ചാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 50. പിന്നെ അതിലേക്ക് ഒരു 4 മാംഗോസ് കൂടെ വേറെ ഉണ്ട്. സോ 51, 52, 53, 54. ടോട്ടൽ 54 മാംഗോസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഓറഞ്ച് ആണ്. ഓറഞ്ചിൻ്റെയും 10 ഗ്രൂപ്പ്സ് ആണ് വന്നിട്ടുള്ളത്. നോക്കിക്കേ, 10 ഫ്രൂട്ട്സിൻ്റെ ഗ്രൂപ്പ്സ്. ആദ്യത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 10, രണ്ടാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 20, മൂന്നാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 30. പിന്നെ ഒരു 4 ഫ്രൂട്ട്സ് വേറെ ഉണ്ട് അല്ലേ. അപ്പോൾ 31, 32, 33, 34 ഓറഞ്ചസും ഉണ്ട്. സോ ആപ്പിള് 42, മാംഗോ 54, ഓറഞ്ച് 34.
They got all the mangoes and oranges but not apples. There were 45 apples in all. അവർക്ക് മാംഗോയും ഓറഞ്ചും അവർ മുഴുവനായിട്ട് കളക്ട് ചെയ്തു. പക്ഷെ ആപ്പിൾ 42 മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ടോട്ടൽ 45 ആപ്പിൾസ് ഉണ്ടായിരുന്നു. സോ ഹൗ മെനി മോർ ആപ്പിൾസ് ടു ഫൈൻഡ്? അപ്പോൾ ഇനി എത്ര ആപ്പിൾസ് കൂടെ കണ്ടെത്തണം? 45 ആപ്പിൾസ് ആണ് ടോട്ടൽ ഉള്ളത്. 42 ആപ്പിൾസ് ആണ് അവർ ഫൗണ്ട് ചെയ്തത്, കണ്ടെത്തിയത്. ഇനി അതിലേക്ക് എത്ര കൂടെ വേണ്ടി വരും മക്കളെ? 42ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 45 ആവുക എന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ 42 കഴിഞ്ഞിട്ട് 43, 44, 45. 3 മോർസ് കൂടെ ആഡ് ചെയ്താൽ 3 ആപ്പിൾസ് കൂടെ ആഡ് ചെയ്താൽ 45 ആവും. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? ഇതിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 45, 54, 34 ഇങ്ങനെ 3 ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ 54 ആണ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ചെറിയ നമ്പർ ഏതാണ്? 34 ആണ്. ഹൗ മെനി മോർ ആപ്പിൾസ് ദാൻ ഓറഞ്ച്? ഓറഞ്ചിനെക്കാട്ടിലും എത്ര ആപ്പിളുകൾ കൂടുതലുണ്ടെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓറഞ്ച് എത്രയായിരുന്നു? 34 ആയിരുന്നു. ആപ്പിൾസ് 45 ആയിരുന്നു. സോ 34ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 45 ആവുക എന്നാണ് നോക്കേണ്ടത്. അതല്ലെങ്കിൽ 45ൽ നിന്ന് 34 മൈനസ് ചെയ്താൽ എത്രയാവും എന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് 45ൽ നിന്ന് 34 മൈനസ് ചെയ്ത് നോക്കാം. 45 മൈനസ് 34. 5ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 1, 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 1. സോ 11 മോർ ഓറഞ്ചസ് കൂടെ ഉണ്ടെങ്കിൽ ആപ്പിൾസിന്റെ ഒപ്പം എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ 11 ഓറഞ്ചസിനെക്കാട്ടിലും കൂടുതലാണ് ആപ്പിൾസിന്റെ എണ്ണം എന്ന് നമുക്ക് പറയാം. നമ്പർ ഗെയിം. സോഹൻ ആൻഡ് നിയ ആർ പ്ലേയിങ് എ നമ്പർ ഗെയിം. സോഹനും നിയയും കൂടെ നമ്പർ ഗെയിം കളിക്കുകയാണ് കേട്ടോ. സോഹൻ ഗോട്ട് 40 പോയിന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗെയിം. ആദ്യത്തെ ഗെയിമിൽ സോഹന് 40 പോയിന്റ്സ് ആണ് കിട്ടിയത്. നിയ ഗോട്ട് 7 പോയിന്റ്സ് മോർ ദാൻ സോഹൻ. സോഹനെക്കാട്ടിലും 7 പോയിന്റ് അധികമാണ് നിയയ്ക്ക് കിട്ടിയത്. അതായത് സോഹന് 40 ആണെങ്കിൽ നിയയ്ക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാക്കുക മകളെ? ഹൗ മെനി പോയിന്റ്സ് ഡിഡ് നിയ ഗെറ്റ്? 7 മോർ ദാൻ 40 അല്ലേ? 40യെക്കാട്ടിലും 7 അധികമാണ്. അപ്പോൾ 40ലേക്ക് 7 ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 40 പ്ലസ് 7, 0 പ്ലസ് 7, 7 ആണ്. പിന്നെ മുകളിലുള്ള 4 താഴേക്ക് എഴുതുന്നു, 47. അല്ലെങ്കിൽ 41, 42, 43, 44, 45, 46, 47 അങ്ങനെ 7 ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. 47 ആണ് ആൻസർ. നിയ ഗോട്ട് 44 പോയിന്റ്സ് ഇൻ ദ സെക്കൻഡ് ഗെയിം. സോഹൻ ഗോട്ട് 14 പോയിന്റ്സ് ലെസ് ദാൻ നിയ. അപ്പോൾ സെക്കൻഡ് ഗെയിമിൽ നിയയ്ക്ക് 44 പോയിന്റ്സ് ആണ് കിട്ടിയത്. സോഹന് നിയയേക്കാളും 14 പോയിന്റ്സ് ലെസ് ആണ്, കുറവാണ് കിട്ടിയത്. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് സോഹൻ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ സോഹന് ആകെ എത്ര പോയിന്റ് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 44ൽ നിന്നും 14 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? 14 ലെസ് ദാൻ 44. 44 മൈനസ് 14 ചെയ്ത് നോക്കൂ മക്കളെ. 4 മൈനസ് 4 0 ആണ്. 4 മൈനസ് 1 3 ആണ്. സോ ആൻസർ 30 ആണ്. നിയയ്ക്ക് 30 പോയിന്റ്സ് ആണ് കിട്ടിയത്. ഇൻ ദ തേർഡ് ഗെയിം ദ പോയിന്റ്സ് ദേ ഗോട്ട് ടുഗെദർ ഈസ് ലെസ് ദാൻ 50. മൂന്നാമത്തെ ഗെയിമിൽ അവർക്ക് കിട്ടിയ രണ്ടുപേരുടെയും പോയിന്റ്സ് ആഡ് ചെയ്യുമ്പോൾ 50യെക്കാട്ടിലും കുറവാണ് സംഖ്യ വരുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പോയിന്റ്സ് ഈസ് 10. അവർ രണ്ടുപേരും തമ്മിലുള്ള പോയിന്റ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് വലിയ സംഖ്യയിൽ നിന്ന് നമ്മൾ അതിലുള്ള ചെറിയ സംഖ്യ മൈനസ് ചെയ്യുമ്പോൾ 10 ആണ് ആൻസർ കിട്ടുന്നത്. വാട്ട് ക്യാൻ ബി ദ പോയിന്റ്സ് ഈച്ച് ഗോട്ട്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ എഴുതാട്ടോ. കാരണം ആ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഡിഫറൻസ് 10 ആവണം, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 50 വരണം. അപ്പൊ നമുക്ക് പല നമ്പേഴ്സ് ഇല്ലെല്ലാം എഴുതാം. ഞാൻ എഴുതുന്ന നമ്പർ നോക്കൂ മക്കളെ. നിയയ്ക്ക് കിട്ടിയത് 15, സോഹന് കിട്ടിയത് 25. ഓക്കെ, അപ്പോൾ 15ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 25 മൈനസ് 15 ചെയ്യുമ്പോൾ 10 ആണ് ഡിഫറൻസ്. ഇനി ആഡ് ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ള സം എന്താണ്? 15 പ്ലസ് 25. 5 പ്ലസ് 5 10 ആണ്. 0 1 2 പ്ലസ് 1 30 ആണ്. 1 എക്സ്ട്രാ എടുക്കുന്നു, 40. സോ 40 ആണ് എന്ത് വരുന്നത്? രണ്ടും തമ്മിലുള്ള സമ്മ് വരുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷനും ഓക്കെ അല്ലേ? ഡിഫറൻസ് 10 ആണ്, സമ്മ് 40 ആണ്. 50യെക്കാട്ടിലും ലെസ് ദാൻ ആണ്. ഡെക്കറേഷൻ. നിയ ആൻഡ് സോഹൻ കട്ട് ഡിഫറെന്റ് ഷേപ്സ് ഫ്രം കളേർഡ് പേപ്പർ ഫോർ ഡെക്കറേറ്റിംഗ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയയും സോഹനും പേപ്പർ കൊണ്ട് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. സി വോട്ട് ഐ മേഡ് സ്റ്റാർസ്. പിന്നെ ഈ ഉണ്ടാക്കിയത് സ്റ്റാർസ് ആണ്. അതുപോലെ അവിടെ റെക്ടാങ്കിളും ട്രയാങ്കിളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ദേ പ്ലേഡ് വിത്ത് ദ ഷേപ്സ്. അവർ ഇനി ഷേപ്പ് വെച്ചൊരു കളി കളിക്കുകയാണ്. 10 പോയിന്റ്സ് ഫോർ സ്റ്റാർ, 1 പോയിന്റ് ഫോർ റെക്ടാങ്കിൾ. സ്റ്റാർ ആണെങ്കിൽ എന്താണ് 10 പോയിന്റ്സും, റെക്ടാങ്കിൾ ആണെങ്കിൽ 1 പോയിന്റുമാണ് കിട്ടുന്നത്. ബോത്ത് ഓഫ് ദം ലേഡ് ഔട്ട് ദെയർ പീസസ്. ഇനി അവർക്ക് കിട്ടിയ പേപ്പേഴ്സ് പീസസ് ഒക്കെ അവർ നിലത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ. ഹൗ മെനി പോയിന്റ്സ് ഡസ് ഈച്ച് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര പോയിന്റ്സ് ആണ് കിട്ടിയതെന്ന് നമ്മൾ ഇനി നോക്കണം. അപ്പം നീ ഉണ്ടാക്കിയത് നോക്കൂ. ടോട്ടൽ എത്ര സ്റ്റാർസ് ഉണ്ട് മക്കളെ? 1 2 3 4 5. അപ്പോൾ 5 സ്റ്റാർസ് ഉണ്ട് അല്ലേ.
നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്റ്റാറിന് 10 പോയിന്റ്സ് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ 5 സ്റ്റാർസ് ഉണ്ടാകുമ്പോൾ എത്ര പോയിന്റ്സ് ആയി? 10 + 10 + 10 + 10 + 10 5 ടൈംസ് 10 ആഡ് ചെയ്ത് നോക്കുക. സോ 50 പോയിന്റ്സ് ആയി. എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് മക്കളെ? 1 2 3 4. ഒരു റെക്ടാങ്കിളിന് 1 പോയിന്റ് ആണ്. സോ 4 റെക്ടാങ്കിൾസ് ആകുമ്പോൾ 4 പോയിന്റ്സ് ആയി. സോ 50 + 4 50 + 4 ചെയ്യുമ്പോൾ 54 ആണ് ആൻസർ. ഇനി സോഹന് കിട്ടിയ പോയിന്റ്സ് നോക്കൂ. ടോട്ടൽ 4 സ്റ്റാർസ് ആണുള്ളത്. അതായത് 4 ടൈംസ് നമ്മൾ 10 ആഡ് ചെയ്ത് കൊടുക്കണം. 10 + 10 + 10 + 10 40 ആണ് ആൻസർ. പിന്നെ 2 റെക്ടാങ്കിൾ ആണുള്ളത്, 2 റെക്ടാങ്കിൾസ്. അപ്പോൾ 1 2. ഓക്കെ. സോ 40 + 2 42 ആണ് ആൻസർ. ഹു ഗോട്ട് മോർ? ആർക്കാണ് കൂടുതൽ കിട്ടിയത്? നിയയ്ക്കാണല്ലേ. എത്രയാണ്? 54 ആണ്. ഹൗ മെനി മോർ? എത്ര കൂടുതലാണ്? അതെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നിയയ്ക്ക് കിട്ടിയതിൽ നിന്ന് സോഹന് കിട്ടിയതിനേക്കാൾ എത്ര കൂടുതലാണ് നിയയ്ക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. സോഹന് 42 ആയിരുന്നു, നിയയ്ക്ക് 54 ആണ്. അപ്പൊ അത് കാണാൻ 54ൽ നിന്ന് 42 മൈനസ് ചെയ്താൽ മതി. 54 - 42. 4 - 2 2 ആണ്. 5 - 4 1 ആണ്. സോ 12 മോർ ആണ് കൂടുതലുള്ളത്. 12 സോഹനെക്കാട്ടിലും 12 പോയിന്റ്സ് കൂടുതൽ നിയയ്ക്കുണ്ട്. ടു മേക്ക് ദ പോയിന്റ്സ് ഈക്വൽ ഹൗ മെനി ഓഫ് ഈച്ച് ഷേപ്പ് ഷുഡ് സോഹൻ കട്ട് ഓഫ്? ഇനി നിയയോടൊപ്പം എത്താൻ അല്ലെങ്കിൽ പോയിന്റ്സ് സെയിം ആവാൻ സോഹൻ ഇനി എത്ര കൂടെ ഷേപ്സ് വെക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോഹൻ ആകെ 4 സ്റ്റാർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിയയ്ക്ക് 5 സ്റ്റാർസും ഉണ്ട്. അപ്പൊ ഇനി 5 സ്റ്റാർസ് ആവാൻ സോഹൻ എത്ര കൂടെ വെക്കണം? ഒരു സ്റ്റാറും കൂടെ കട്ട് ചെയ്തെടുക്കണം അല്ലേ. അതായത് 4 സ്റ്റാർസിൽ നിന്ന് 5 സ്റ്റാർ ആവാൻ ഒരു സ്റ്റാർ കൂടെ കട്ട് ചെയ്താൽ 5 സ്റ്റാർ ആവും. അപ്പോൾ സ്റ്റാർ 1 ആണ്. പിന്നെ റെക്ടാങ്കിൾ നോക്കൂ മക്കളെ. നിയയ്ക്ക് 4 റെക്ടാങ്കിൾസ് ഉണ്ടായിരുന്നു, സോഹന് 2 റെക്ടാങ്കിൾസ് ഉള്ളായിരുന്നു. അപ്പോൾ 2ൽ നിന്ന് 4ലേക്ക് എത്താൻ 2 റെക്ടാങ്കിൾസ് കൂടെ വേണം. 2 റെക്ടാങ്കിൾസ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ നിയയോടൊപ്പം എത്താനായിട്ട് പറ്റും. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് എ ഗെയിം കട്ടിങ് ഔട്ട് ഷേപ്സ്. നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്സ് കട്ട് ചെയ്തിട്ട് ഗെയിം കളിക്കാം കേട്ടോ. ഇനി നോക്കൂ മക്കളെ. വാട്ട്സ് ദ ഏജ്? വയസ്സ് എത്ര? മദർ ഹൗ ഓൾഡ് ആർ യു? അമ്മയോട് ചോദിക്കുകയാണ് സോഹൻ അമ്മയ്ക്ക് എത്ര വയസ്സായി എന്നല്ലേ. 40 ഇയേഴ്സ്. അപ്പോൾ 40 ഇയേഴ്സ് ആയി അമ്മയ്ക്ക്, 40 വയസ്സായി. ഫാദർ വാട്ട്സ് യുവർ ഏജ്? നീ ചോദിക്കുന്ന അച്ഛനോട് അച്ഛൻ്റെ വയസ്സ് എത്ര? 5 ഇയേഴ്സ് മോർ ദാൻ മദേഴ്സ്. അപ്പം അച്ഛൻ എന്താ പറയുന്നത്? അമ്മയെക്കാട്ടിലും 5 ഇയേഴ്സ് കൂടുതലാണ്. അതായത് അമ്മയെക്കാട്ടിലും 5 വയസ്സ് കൂടുതലാണ് എനിക്ക് എന്ന് പറയുന്നു. ദെൻ ഹൗ ഓൾഡ് ഈസ് ദ ഫാദർ? അങ്ങനെയാണെങ്കിൽ അച്ഛന് എത്ര വയസ്സായി? അമ്മയ്ക്ക് 40 ആണ്, അച്ഛന് 40ലേക്ക് 5 കൂടെ ആഡ് ചെയ്താൽ എത്രയാണോ അതാണ്. അപ്പോൾ 40 + 5 45 ആണ് അച്ഛൻ്റെ വയസ്സ്. മിഹാൽ ഈസ് 3 ഇയേഴ്സ് ഓൾഡ്. നിയ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് മിഹാൽ. മിഹാലിന് 3 ഇയേഴ്സ് ആണ് ആയിട്ടുള്ളത്. അതായത് 3 വയസ്സാണ് മിഹാലിന്. മിഹാലിന്റെ ട്വൈസ് ആണ്, അതായത് ഇരട്ടിയാണ് നിയയുടെ വയസ്സ്. അപ്പോൾ നിയയ്ക്ക് എത്ര വയസ്സായി? ഹൗ ഓൾഡ് ഈസ് നിയ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ മക്കളെ, ട്വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് 1ന്റെ ട്വൈസ് എന്ന് പറയുന്നത് 1 + 1. 1ലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് 1ന്റെ ട്വൈസ്. 2ന്റെ ട്വൈസ് എന്ന് പറയുന്നത് 2 + 2. 2ലേക്ക് 2 തന്നെ ആഡ് ചെയ്യുക. 3യുടെ ട്വൈസ് എന്ന് പറയുമ്പോൾ 3 + 3. 3ലേക്ക് 3 തന്നെ ആഡ് ചെയ്യുക. 4ന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 4 + 4. 4ലേക്ക് 4 തന്നെ ആഡ് ചെയ്യുക. 5ന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 5 + 5. 5ലേക്ക് 5 തന്നെ ആഡ് ചെയ്യുക. 10ന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ 10 + 10. 10ലേക്ക് 10 തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു സംഖ്യയുടെ ഒരു നമ്പറിന്റെ ട്വൈസ് എന്ന് പറയുന്നത് ആ നമ്പറിലേക്ക് ആ നമ്പർ തന്നെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ്. സോ ഇവിടെ 3യുടെ ട്വൈസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 + 3 ചെയ്ത് നോക്കാം. 3 + 3 = 6 ആണ്. സോ നിയയുടെ ഏജ് 6 ഇയേഴ്സ് ആണ്. വാട്ട് അബൌട്ട് ദെയർ ഏജസ് ആഫ്റ്റർ 5 ഇയേഴ്സ്? ഇനി ഇവരുടെ ഏജ് ഒരു 5 ഇയേഴ്സിന് ശേഷം, 5 വർഷത്തിന് ശേഷം എത്രയാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മദർ അമ്മയുടെ ഏജ് 5 more than 40. അതായത് ഇപ്പോൾ 40 ആണ്. അപ്പോൾ 5 ഇയേഴ്സ് കഴിയുമ്പോൾ 5 more than 40. 40യെക്കാട്ടിലും 5 കൂടുതലായിരിക്കും. സോ 45. ഫാദറിൻ്റെത് ഇപ്പോൾ 45 ആണ്. സോ 5 ഇയേഴ്സ് കഴിയുമ്പോൾ 5 more than 45. 45നെക്കാട്ടിലും 5 കൂടുതൽ. സോ ആൻസർ 50. നിയയുടെ ഇപ്പോഴത്തെ ഏജ് 6 ആണ്. 5 ഇയേഴ്സ് കഴിയുമ്പോൾ 5 more than 6. 6നെക്കാട്ടിലും 5 കൂടുതൽ. എത്രയാണ് മക്കളെ? 6ലേക്ക് 5 ആഡ് ചെയ്യുക. സോ ആൻസർ 11 ആണ്. ഇനി മിഹാലിന്റെ വയസ്സോ? ഇപ്പോൾ മിഹാലിന് 3 ഇയേഴ്സ് ആണ്. 5 ഇയേഴ്സ് കഴിയുമ്പോൾ 5 more than 3. 3യെക്കാട്ടിലും 5 കൂടുതൽ. സോ 3 + 5 = 8 ഇയേഴ്സ് ആവും. അപ്പോൾ സ്റ്റിൽ യു ആർ 5 years older than mother. അപ്പോൾ നിയ പറയുന്ന അച്ഛനോട് അച്ഛൻ ഇപ്പോഴും അമ്മയെക്കാട്ടിലും 5 വയസ്സ് തന്നെയാണല്ലോ അല്ലേ കൂടുതൽ. ബട്ട് നിയ യു ആർ നോട്ട് ട്വൈസ് ആസ് ഓൾഡ് ആസ് മിഹാൽ നൗ. പക്ഷെ നീ ഇപ്പോൾ മിഹാലിന്റെ ഇരട്ടിയല്ല അല്ലേ. ശരിയാണല്ലേ. മിഹാലിന് 8 ആണ്. സോ മിഹാലിന്റെ ഇരട്ടി അല്ലെങ്കിൽ ട്വൈസ് എന്ന് പറയുമ്പോൾ 8 + 8 16 വരണം നിയയ്ക്ക്. പക്ഷെ നിയയ്ക്ക് 11 ഇയേഴ്സേ ആവുന്നുള്ളൂ. മനസ്സിലായോ മക്കളെ?
ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ചെറിയ ആക്ടിവിറ്റി അവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ ഏജസ് ഓഫ് എവ്രി വൺ ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരും അവരുടെ ഏജും ഇവിടെ എഴുതി കൊടുക്കുക. കമ്പ്യൂട്ടർ ഗെയിം. നിയ ഈസ് പ്ലേയിങ് ഓൺ ദ കമ്പ്യൂട്ടർ. നിയ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണ്. വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 23? അപ്പോൾ നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 1 to ഉള്ള നമ്പേഴ്സാണ്, 1 മുതലുള്ള നമ്പേഴ്സാണ്. അതിൽ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ നമ്പേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ മക്കളെ. നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 അതുവരെ കറക്റ്റാണ്. പിന്നെ 11 12 13 മിസ്സിംഗ് ആണ്. 14 15 16 17 18 19 20 then 21 22 23 24 25 26 27 28 29 30 31 32 കഴിഞ്ഞിട്ട് 33 34 35 നെക്സ്റ്റ് 36 37 38 39 40 പിന്നെ ലാസ്റ്റ് റോയിൽ 41 42 43 44 45 46 47 48 49 50 ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മോട് കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 23? 23ക്ക് ശേഷമുള്ള നെക്സ്റ്റ് നമ്പർ എത്രയാണ്? ഇതാണ് 24 ആണ്. വാട്ട് ഈസ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ 15? 15 തൊട്ട് മുന്നേ ഉള്ള നമ്പർ എത്രയാണ്? 15 തൊട്ട് മുന്നേ 14 ആണ്. വിച്ച് നമ്പർ ഈസ് എബവ് 29? 29ന് തൊട്ട് മുകളിലുള്ള നമ്പർ എത്രയാണ്? 19 ആണ്. വിച്ച് നമ്പർ ഈസ് ബിലോ 39? 39ന് താഴെയുള്ള നമ്പർ എത്രയാണ്? ജസ്റ്റ് താഴെ 49 ആണ്. റൈറ്റ് 13 33 36 46 ആൻഡ് 49 ഇൻ ദ കറക്റ്റ് ബോക്സസ് ഓൺ ദ കമ്പ്യൂട്ടർ. ഇനി 13ഉം 33ഉം 36ഉം 46ഉം 49ഉം ഇതിൽ കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി എല്ലാ നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ടിക്ക് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ആ നമ്പേഴ്സ്. നൗ ബിലോ ആർ സം ബോക്സസ് ഓൺ ദ കമ്പ്യൂട്ടർ, ഫിൽ ദ എംപ്റ്റി ബോക്സസ്. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള കുറച്ച് ബോക്സസ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അതിൽ ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതി കൊടുക്കണേ. ആദ്യത്തേത് 23. 23ക്ക് തൊട്ട് മുകളിലുള്ള നമ്പർ 13 ആയിരിക്കും. 23ക്ക് തൊട്ട് താഴെ ബിലോ ഉള്ള നമ്പർ 33 ആയിരിക്കും. 23ക്ക് ബിഫോർ അതായത് മുന്നേ ഉള്ള നമ്പർ 22 ആണ്. 23ക്ക് ആഫ്റ്റർ അതായത് ശേഷം 24 ആണ്. നെക്സ്റ്റ് 29. 29ന് എബവ് അതായത് മുകളിൽ 19 ആണ്. 19ന് ബിഫോർ 19ന് മുന്നേ 18 ആണ്. 19ന് ആഫ്റ്റർ ശേഷം 20 ആണ്. 29ന് തൊട്ട് ബിലോ താഴെ 39 ആണ്. 39ന് ബിഫോർ മുൻപ് 38 ആണ്. 39ന് ആഫ്റ്റർ ശേഷം എന്താണ് 40 ആണ്. നെക്സ്റ്റ് 28. 28ന് ബിലോ ഉള്ള നമ്പർ 38 ആണ്. 28ന് എബവ് ഉള്ള നമ്പർ 18 ആണ്. 18ന് ബിഫോർ ഉള്ള നമ്പർ 17 ആണ്. 18ന് ആഫ്റ്റർ ഉള്ള നമ്പർ 19 20 എന്നിവയാണ്. നെക്സ്റ്റ് നമ്പർ 35. 35ന് ബിലോ ഉള്ള നമ്പർ 45 ആണ്. 45ന് ബിഫോർ ഉള്ള നമ്പർ 44 ആണ്. 35ന് എബവ് ഉള്ള നമ്പർ 25 ആണ്. 25ന് ആഫ്റ്റർ ഉള്ള നമ്പർ 26 ആണ്. ഫൈനലി 25 എന്നുള്ള നമ്പർ അവിടെ തന്നിട്ടുണ്ട്. 25ന് ബിഫോർ മുൻപുള്ള നമ്പർ 24 ആണ്. 24ന് ബിലോ ഉള്ള രണ്ട് നമ്പേഴ്സ് 34 44 ആണ്. 25ന് ആഫ്റ്റർ ഉള്ള നമ്പർ 26 ആണ്. 26ന് എബവ് ഉള്ള നമ്പേഴ്സ് 16 6 ഈ രണ്ട് നമ്പേഴ്സ് ആണ്. നിയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് വിത്ത് കാർഡ്സ്. നിയയും ഫ്രണ്ട്സും കൂടെ ഇനി കാർഡ്സ് വെച്ച് കളിക്കുകയാണ് കേട്ടോ. നമ്പർ കാർഡ്സ് ആണ്. See how two of them are pair of the each of the others also. അപ്പോൾ ഇതിൽ രണ്ടാൾക്കാർ പെയർ ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാ പെയർ ചെയ്തിട്ടുള്ള മക്കളെ? രണ്ടും നമ്പേഴ്സ് ആണ്. ഒന്ന് ഡിജിറ്റിലും നമ്പറിലും പിന്നെ ഒന്ന് എന്താണ് വേർഡ്സിലുമാണ്. വേർഡ്സിലും ലെറ്റേഴ്സിലുമാണ് തന്നിട്ടുള്ളത്. അതായത് 30 30 30. ഇനി നെക്സ്റ്റ് അതുപോലെ നമ്മൾ പെയർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ആളുടെ നമ്പർ നോക്കൂ, 49 അതാണ് ലെറ്റേഴ്സിലുള്ളത്. അതെങ്ങനെയാണ് വായിക്കാം? 49 എന്നാണ് വായിക്കുക. അപ്പം നമുക്ക് 49ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. തേർഡ് വൺ 18. 18 എന്ന് വെച്ചാൽ 18 ആണ്. 18ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 21 എങ്ങനെ വായിക്കാം മക്കളെ? 21 എന്ന് വായിക്കാം. സോ നമുക്കതിനെ 21ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഫൈനലി 37 അതായത് 37 എന്നാണ് വായിക്കുക. അപ്പോൾ നമുക്ക് ആ നമ്പർ 37 എന്നെഴുതിയ ലെറ്റേഴ്സിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ദ നമ്പർ ഈച്ച് വൺ ഗോട്ട് ഓൺ ദ കാർഡ്. ഇതിൽ ഓരോരുത്തർക്കും കിട്ടിയ നമ്പർ ഈ കാർഡിൽ എഴുതി കൊടുക്കാനാണ് കേട്ടോ ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കിക്കിയ മക്കളെ, നിങ്ങൾക്ക് തൊട്ട് മുൻപ് എഴുതിയതിൽ നോക്കി എഴുതാം. ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 30 ആണ്. നെക്സ്റ്റ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ള നമ്പർ 49 ആണ്. നെക്സ്റ്റ് 21 ആണ്. പിന്നെ 37. അവസാനത്തെ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് 18.
ഇനി നമ്മോടൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ദം ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. ഇതിനെ ഈ നമ്പേഴ്സിനെ സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക്, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പോൾ നമ്മൾ ഈ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് മക്കളെ? 18 ആണല്ലേ. സോ 18 ആയിരിക്കും ആദ്യം വരുന്നത്. നെക്സ്റ്റ് അതിലേറെ വലിയ നമ്പർ 21 ആണ്. 21, പിന്നെ 30, ദെൻ 37, ഫൈനൽ 49. ഇങ്ങനെയാണ് സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക് ഈ നമ്പേഴ്സ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ, മേക്ക് പെയേഴ്സ്. ജോയിൻ സെയിം നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് പെയേഴ്സ് ആക്കി കൊടുക്കണം. അതായത് നമുക്കിവിടെ നമ്പേഴ്സ് പല രീതിക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിൽ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിന് പരസ്പരം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 4 tens. ആദ്യത്തേത് 4 tens. 4 tens എന്ന് വെച്ചാൽ 4 times tens ആഡ് ചെയ്യുക അല്ലെ. 10 + 10 + 10 + 10 40 ആണ് ആൻസർ. ദെൻ 4 tens 6 ones. 4 tens എന്ന് വെച്ചാൽ 40, അതിലേക്ക് 6 ones കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 46. 40 + 6 46. നെക്സ്റ്റ് 31 ones. 31 ones ചേർന്നാൽ 31 തന്നെ. 1 10 1 9. 1 10 എന്ന് പറയുമ്പോൾ 10, 1 9 എന്ന് പറയുമ്പോൾ 9. സോ 10 + 9 19. 2 tens 8 ones. 2 tens എന്ന് പറയുമ്പോൾ 20 + 8 28. 44 ones. 44 ones എന്ന് പറയുമ്പോൾ 44. നെക്സ്റ്റ് 28 ones. 28 ones എന്ന് പറയുമ്പോൾ 28. 3 tens 1 1. 3 tens എന്ന് പറയുമ്പോൾ 30 1 1. 30 + 1 31. 4 tens 4 ones. 4 tens എന്ന് പറയുമ്പോൾ 40 + 4 44. 40 ones means 40. 46 ones means 46. 19 ones means 19. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെയിം നമ്പേഴ്സ് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. Let's make groups. Those who got the same number on their cards formed a group. ഈ കാർഡ് ഗെയിമിൽ സെയിം നമ്പേഴ്സ് കിട്ടിയവർ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 48, 60 and 20 and 16. അതായത് 20 + 16 = 36 ആണ്. നെക്സ്റ്റ് 25, 40, 2 less than 50 means 50 - 2 = 48 ആണ്. 36. പിന്നെ 4 tens and 8 ones. 4 tens എന്ന് പറയുമ്പോൾ 40, 8 ones എന്ന് പറയുമ്പോൾ 8. സോ 40 + 8 48. 4 tens means 40. 25, 40, 20 and 5. 20 + 5 25. 10 and 15. 10 + 15 = 25. പിന്നെ 30 and 6 means 30 + 6 36. 20 added to 20. 20ലേക്ക് 20 തന്നെ ആഡ് ചെയ്യുക. 20 + 20 40. 48, 36. ഇത്രയും നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നൗ റൈറ്റ് വാട്ട് ആർ ഓൺ ദ കാർഡ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഇനി ഓരോ ഗ്രൂപ്പിലും, അതായത് സെയിം നമ്പേഴ്സ് കിട്ടിയവരെല്ലാം നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1ൽ ഏതൊക്കെ നമ്പേഴ്സ് വരും മക്കളെ? ആദ്യം നമുക്ക് 48 വരുന്നതൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പോൾ 48 ഇൻ ലെറ്റേഴ്സ്. പിന്നെ 2 less than 50. 50യെക്കാട്ടിലും 2 കുറവ്. 4 tens + 8 ones. 4 tens and 8 ones. പിന്നെ 48 ഡിജിറ്റിൽ 48. ഇനി ഗ്രൂപ്പ് 2 സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതൊക്കെ ആഡ് ചെയ്യാം? 36 വരുന്നതെല്ലാം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 20 and 16. പിന്നെ ലെറ്ററിൽ 36, നമ്പറിൽ 36, ദെൻ 30 and 6. ഇത്രയും നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി തേർഡ് ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരും മക്കളെ? 25 വരുന്നതൊക്കെ നോക്കാം നമുക്ക്. 25 നമ്പറിൽ, 25 ലെറ്ററിൽ, 20 and 5. അതുപോലെ 10 and 15. പിന്നെ അവസാനത്തേതിൽ നമുക്ക് 40 വരുന്നതൊക്കെ നോക്കാം. 40 നമ്പറിൽ, 40 ലെറ്റേഴ്സിൽ, പിന്നെ 4 tens, 20 added to 20. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് ഗ്രൂപ്പ് 4ൽ വരിക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള നമ്പേഴ്സ് 48 ഉണ്ട്, 36 ഉണ്ട്, 25 ഉണ്ട്, 40 ഉണ്ട്. എമംഗ് ദിസ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ മക്കളെ? 48 ആണ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പർ 25 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള ഈ കൊച്ചു പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ചാപ്റ്ററും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ സെക്കൻഡ് ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ്, മറ്റ് ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്